ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഈസി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ചിക്കൻ കറിയാണ്. ചിക്കൻ കറി വളരെ ഈസി ആൻഡ് എന്താ പറയുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചിക്കൻ കറി ഇത്രയും എളുപ്പത്തിൽ ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ആളുടെ നിന്ന് ഞാൻ കോപ്പി അടിച്ചതാണ്. ആദ്യമൊന്നും ഞാനിത് വെക്കില്ലായിരുന്നു. പിന്നെ വെച്ചപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. കാരണം നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അങ്ങനെയാണ് വെക്കുന്നത് കറി. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല. വളരെ എളുപ്പപ്പണിയാണ്. അരിയാനും പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. അതാണ് മെയിൻ. അപ്പോൾ അങ്ങനെയൊക്കെ മടിയുള്ളവർക്ക് ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്. എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ബൈ. ചിക്കൻ കറിയിലോട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, തക്കാളി, ഇത്രയും സാധനങ്ങൾ നമ്മൾ മിക്സിക്കകത്തിട്ടിട്ട് ഒരു നുള്ള വെള്ളം, ഒരു സ്പൂണോ 2 സ്പൂണോ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ പരുവം ഞാൻ നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ജ്യൂസ് ആവാൻ പാടില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ ഈസി റെസിപ്പി എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്ര ഈസിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മൾ ഗ്രൈൻഡ് ചെയ്തു. ഇതാ കണ്ടോ, ഇതാണ് ഒരു പരുവം. ഞാനൊരു സ്പൂൺ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നമ്മൾ കപ്പയ്ക്കൊക്കെ കൂടെ കൂട്ടുന്ന ചമ്മന്തി ഉണ്ടല്ലോ, ഉള്ളിച്ചമ്മന്തി, ആ ഒരു പരുവം. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. സ്റ്റൗ ഓണാക്കാം. അപ്പോൾ ഞാൻ എന്താ ഈ പാനിനകത്താണ് വെക്കുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് യൂസ് ചെയ്യരുത്. കാരണം ഇത് ഞാൻ സ്ക്രബ്ബർ വെച്ച് കുറച്ച് ഈ പാനിൻ്റെ അവസ്ഥ ഇങ്ങനെയായി. എന്നാലും ഓക്കെ, ഈ ഒരു പാത്രത്തിൻ്റെ ആവശ്യം നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയ പാത്രം എടുക്കാൻ പിന്നെ അത് കഴുകാനൊക്കെ നിൽക്കേണ്ട മടിയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാനിൽ അത്രയും ചിക്കനേ ഉള്ളൂ. നമ്മൾ എടുത്തെടുത്ത് അവസാനം കുറച്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ റോസ്റ്റാക്കും. അപ്പോൾ ഈ ഒരു അളവിൽ ചിക്കനേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പാനിൽ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പാൻ ചൂടായതിന് ശേഷം ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഇത്രയും സാധനങ്ങൾ കൂടിയിട്ട് അരച്ച് വെച്ച ഈ ഒരു അരപ്പ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നല്ലോണം പച്ചമണം, ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും സവാളേൻ്റെയും തക്കാളിൻ്റെയും ഒക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഇതാ എണ്ണയിൽ നമ്മൾ ഈ ഒരു അരപ്പ് നല്ലോണം എന്താ പറയുക വഴറ്റി കൊടുക്കുകയാണ്. നല്ലോണം ഈ സ്മെല്ല് മാറുന്ന വരെ നമ്മൾ വഴറ്റണം കേട്ടോ. അപ്പം നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം വഴണ്ടി വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. പകുതി വഴണ്ടിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടി ഒന്ന് ആ ഒരു സ്മെല്ല് പോയി കിട്ടാനുണ്ട്. ഇച്ചിരി കൂടി സമയം ഒന്ന് വഴറ്റട്ടെ. ഇതാ നമ്മുടെ അരപ്പ് ഇതാ വഴണ്ടി വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതാ നല്ലോണം ഒന്ന് മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനകത്തേക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേപ്പില, ഇത്രയും സാധനങ്ങളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ പൊടികളൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കൻ ഇട്ടു, നല്ലോണം മിക്സ് ചെയ്തു. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ചിക്കൻ ഇട്ട് നമ്മൾ ഇച്ചിരി നേരം മിക്സ് ചെയ്ത് ഈ ചൂടിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ചിക്കന് വേകാൻ ആവശ്യത്തിന് മാത്രം ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ മസാല ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെള്ളമില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടതാണ്, ഇതിനകത്തേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 2 മിനിറ്റത്തോളം ആയി ഇതിങ്ങനെ ഇരുന്നിട്ട്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നമ്മുടെ ചിക്കൻ വേകാൻ പാകത്തിന് ഉള്ള വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിക്ക് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ ഇത്രയും വെള്ളം മതിയാവും. നമുക്കിനി ഇത് മൂടി വെച്ചിട്ട് നല്ലോണം ചിക്കനെ ആദ്യം വേവിച്ച് എടുക്കാം. എന്നിട്ടും നമ്മുടെ വെള്ളം ബാലൻസ് ആവുകയാണെങ്കിൽ മാത്രം തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചാൽ മതിയാവും.
അപ്പോൾ നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കറി എന്തായി നോക്കാം. നല്ലോണം തിളച്ച എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ വേകുന്ന വരെ നമുക്ക് ഇത് ആക്കണ്ടു, തിളപ്പിക്കണ്ടു. അതിന് ശേഷം നമുക്ക് തിളപ്പിച്ച് വറ്റിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. കണ്ടോ, അധികം വെള്ളമില്ല. ഇങ്ങനൊരു സെമി ഗ്രേവി ആക്കിയിട്ടാണ് ഞാൻ വെച്ചത്. കണ്ടോ, ചിക്കൻ ശരിക്കും അങ്ങ് വെന്തിട്ടില്ല. കുറച്ച് സമയം കൂടി ഇരുന്നാലേ വേവുള്ളൂ. ഇനി ഇത് ഇറക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ വെതറിയിട്ടൊക്കെ ഇറക്കാം. പക്ഷേ എനിക്ക് പെപ്പർ പൗഡറിനോട് വലിയ താല്പര്യമില്ല. എപ്പോഴും നമ്മളിവിടെ കറി വയ്ക്കുമ്പോൾ പെപ്പർ പൗഡർ യൂസ് ചെയ്തിപ്പോൾ പെപ്പർ പൗഡർ ഇടാണ്ട് റെഡ് കളറുള്ള കറി കാണാനാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ പെപ്പർ പൗഡർ ഇടാത്തത്. അപ്പോൾ നമുക്ക് നമ്മുടെ കറിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കിടക്കാം. ഇനി ഒരു 2 മിനിറ്റ്സും കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ എല്ലാം വെന്തിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം കണ്ടപ്പോൾ എന്താ പറയുക, കറക്റ്റായിരുന്നു, പാകമായിരുന്നു. അതുകൊണ്ട് നല്ല തിക്ക് ഗ്രേവി ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വയ്ക്കാം. നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് കറി ലീവ്സ് ഒന്ന് വെതറി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഒരു വെരി സിമ്പിൾ ആൻഡ് എന്താ പറയുക, വെരി ഈസി റെസിപ്പി ട്രൈ ചെയ്യാൻ മറക്കരുത്. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഇനി അടുത്ത വീഡിയോകളിലോ ഈ വീഡിയോന് താഴെയോ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആശംസിക്കുന്നു. ബൈ.